വിദേശത്തുള്ള ആളുകൾക്ക് 6 മാസം കൊണ്ട് 10ാം ക്ലാസ് +2 ചെയ്യാൻ കഴിയോ? അവർ കേരളത്തിൽ ഇല്ലാത്തത് കാരണം അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, പരീക്ഷ എഴുതാൻ എന്താണ് ചെയ്യുക, ഇങ്ങനെ കുറേ സംശയങ്ങൾ സ്ഥിരമായിട്ട് ലേണേഴ്സിൻ്റെ ഏത് പരസ്യം എടുത്തു നോക്കിയാലും അതിൻ്റെ അടിയിൽ കമൻറ്റ് സെഷനിൽ വരാറുണ്ട്. അപ്പോൾ ആ എല്ലാവിധ സംശയങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. വിദേശത്തുള്ളവർക്ക് ലേണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളാണ്. അവരെ സംബന്ധിച്ച് കേരളത്തിലെയും അവിടുത്തെയും സമയം നല്ല വ്യത്യാസമുണ്ട്. അവരെപ്പോഴാണോ ജോബ് കാര്യങ്ങൾ കഴിഞ്ഞ് ഫ്രീ ആവണം ആ സമയത്ത് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്നത് പോലെ തന്നെ അവരുടെ മൊബൈലിൽ ലേണേഴ്സിൻ്റെ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കാണാൻ പറ്റും. മൊബൈൽ ആപ്ലിക്കേഷനിലെ വീഡിയോ ക്ലാസ്സുകൾ കാണുമ്പോൾ അതിൽ ചാറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് നേരിട്ട് ടീച്ചേഴ്സിൻ്റെ മൊബൈൽ വാട്സപ്പിലേക്കാണ് ചെല്ലുന്നത്. നിങ്ങൾ രാത്രിയോ പകലോ നിങ്ങളുടെ ഏത് ഫ്രീ ടൈമിൽ ക്ലാസ്സുകൾ കാണുകയാണെങ്കിലും ആ ചാറ്റ് ഓപ്ഷനിൽ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അത് കാണുന്ന സമയത്ത് 9 to 7 o'clockൻ്റെ ഉള്ളിൽ, അതായത് രാവിലെ 9 മണി മുതൽ മാക്സിമം വൈകുന്നേരം 7-7:30 വരെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ രാത്രി ചോദിക്കുന്ന സംശയങ്ങളാണെങ്കിലും രാവിലെ ടീച്ചർമാർ അതിനുള്ള ഉത്തരം വാട്സപ്പ് വഴി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദേശത്താണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സൗകര്യം പോലെ ക്ലാസ്സുകൾ കാണാനും സാധിക്കും. വിദേശത്തുള്ളവർ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ എപ്പോഴാണ് വരിക? കാരണം ലീവ് നോക്കിയിട്ട് വേണം എക്സാമിന് വരാനായിട്ട്. ഗവൺമെൻറ് കൊല്ലത്തിൽ 2 തവണ പരീക്ഷ നടത്തുന്നുണ്ട്. എല്ലാ കൊല്ലവും ഏപ്രിലും ഒക്ടോബറിലും. ഏപ്രിൽ അല്ലെങ്കിൽ ഒക്ടോബറിലേക്ക് ലീവ് ഷെഡ്യൂൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒക്ടോബറിലേക്കോ അല്ലെങ്കിൽ ഏപ്രിലിലേക്കോ ആയിരിക്കും ഗവൺമെൻറ് സൈറ്റിൽ എൻറോൾ ആയിട്ടുണ്ടാവുക. ആ സമയത്ത് ലീവ് കിട്ടിയിട്ടില്ല എങ്കിൽ അടച്ച ഫീസ് പോവില്ല, രജിസ്ട്രേഷൻ ക്യാൻസൽ ആവില്ല. കാരണം ഗവൺമെൻറ് ഒരു തവണ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 5 കൊല്ലം വരെ രജിസ്ട്രേഷന് വാലിഡിറ്റി തരുന്നുണ്ട്. അതായത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒക്ടോബറിലാണ് പരീക്ഷ എങ്കിൽ ആ സമയത്ത് നാട്ടിലെത്താൻ കഴിയാതെ പോയ കുട്ടികൾക്ക് അവരടച്ച ഫീസ് പോവില്ല. അതുപോലെ തന്നെ Nios പ്രൊവൈഡ് ചെയ്യുന്ന ID കാർഡിൽ 5 വർഷത്തെ വാലിഡിറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് 6 മാസം കഴിഞ്ഞ് ഏപ്രിലിൽ വന്നു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാം. അപ്പോഴും വരാൻ പറ്റിയിട്ടില്ല എങ്കിലും അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുന്നില്ല. അങ്ങനെ 5 വർഷത്തിനുള്ളിലുള്ള ഏപ്രിലോ ഒക്ടോബറിലോ നാട്ടിലെത്തി പരീക്ഷ എഴുതാം. 9 ടേം എക്സാം എഴുതാനുള്ള അവസരം ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും പരീക്ഷ എഴുതാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ലേണേഴ്സിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്ക് ഇംഗ്ലീഷിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന ഗൈഡുകളും, മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മലയാളത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന ഗൈഡുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏത് ഭാഷയിൽ എക്സാം എഴുതാനുള്ള സഹായങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. കേരളത്തിലെ 14 ജില്ലയിലും ഓരോ ജില്ലയിൽ 5 മുതൽ 8 വരെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഗവൺമെൻറ് പരീക്ഷ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ അഡ്രസ്സ് ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാം. ഇനി ആധാർ അഡ്രസ്സ് ഒരു ജില്ലയിലാണ്, നിങ്ങൾക്ക് വേറെ ജില്ലയിൽ പരീക്ഷ എഴുതണമെങ്കിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി വേറെ ജില്ല മാറിയെടുത്തു എക്സാമിൻ്റെ സമയത്ത് നിങ്ങളുടെ സ്വന്തം ജില്ലയിലേക്ക് മാറണമെങ്കിൽ ആധാറിൽ സെയിം ജില്ലയാണെങ്കിൽ ആധാർ വെച്ച് നമുക്ക് എക്സാം സെൻറ്റർ മാറ്റാനും ഓപ്ഷൻ അവൈലബിൾ ആണ്. SSLCക്ക് ചേരാനാണെങ്കിൽ ഒന്നുകിൽ 10ാം ക്ലാസ് തോറ്റ സർട്ടിഫിക്കറ്റ്, അതല്ല എങ്കിൽ സ്കൂൾ ടി സി എന്ന് പറയുമ്പോൾ നിങ്ങൾ മുദ്ര പേപ്പറിൽ മേടിച്ചതാണെങ്കിലും അതുണ്ടായാൽ മതി. ഇനി ഇത് രണ്ടും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് 2 ID പ്രൂഫ് ഉണ്ടായാൽ മതി. ഈ ID പ്രൂഫുകളിലെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒന്നായിരിക്കണം. ID പ്രൂഫ് ഏതൊക്കെയെന്ന് നോക്കാം. ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്,
പാസ്പോർട്ട്, പാൻ കാർഡ്, ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും 2 ID പ്രൂഫ് ഒരേ പേരും ഡേറ്റ് ഓഫ് ബർത്തുമാണെങ്കിൽ SSLCക്ക് ജോയിൻ ചെയ്യാം. കൂടാതെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്ലിയറായി ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടിട്ട് അതും. ഈ പ്രൂഫുകൾ PDF ആക്കിയിട്ടോ ഫോണിൽ ക്ലിയറായി ഫോട്ടോ എടുത്തിട്ടോ നമ്മുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം. SSLC പാസ് സർട്ടിഫിക്കറ്റ്, വോട്ടേഴ്സ് ID, ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ, ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു പ്രൂഫ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു പേപ്പറിൽ ക്ലിയറായി സൈൻ ചെയ്തിട്ട് ഇതും ഫോണിൽ ഫോട്ടോ എടുത്തിട്ടോ PDF ആക്കിയിട്ടോ നമ്മുടെ ലേണേഴ്സിൻ്റെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തു തരും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡോക്യുമെൻറ്റ്സുകൾ ഫോട്ടോ എടുത്ത് അയച്ച ശേഷം ലേണേഴ്സ് കോളേജിൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അവൈലബിൾ ആണ്. അതിലേക്ക് പേയ്മെൻറ്റ് അടച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ എന്നാണോ ജോയിൻ ചെയ്യുന്നത് അന്നേ ദിവസം മുതൽ വീഡിയോ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്.